ഹലോ, ഇന്ന് നമ്മളൊരു ഡബിൾ സൈഡഡ് ഫോട്ടോ കീ ചെയിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബേസായിട്ട് ഞാൻ വൈറ്റാണ് കൊടുക്കുന്നത്. വൈറ്റ് കൊടുത്തതിന് ശേഷം ഒരു ദിവസം ഡ്രൈ ചെയ്യാൻ വയ്ക്കും. അത് കഴിഞ്ഞ് ഇത് സെക്കൻഡ് ഡേ ആണ്. ഒരു ബോർഡറിന് വേണ്ടിയിട്ട് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റെസിനിൽ കുറച്ച് ഗോൾഡൻ ഫ്ലെക്സ് മിക്സ് ചെയ്ത് നമ്മുടെ ഫോട്ടോ വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു ബോർഡർ കൊടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കിയെടുത്ത ഫോട്ടോ വെച്ചതിന് ശേഷം സെക്കൻഡ് ഡേയിൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെസിൻ ഒഴിച്ച് കൊടുത്തേക്കും. ഇത് തേർഡ് ഡേ ആണ് കേട്ടോ. തേർഡ് ഡേ എടുക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സെക്കൻഡ് സൈഡ്, അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് അടുത്ത് അവർ തന്നേക്കുന്ന നമ്മുടെ കസ്റ്റമർ തന്നേക്കുന്ന ഒരു കോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് ഗമ്മ് പോലെ തന്നെ നമ്മുടെ റെസിൻ തേച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കോട്ട് അത് പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. ഇത് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഗോൾഡൻ ഫ്ലെക്സ് ഒരു ബോർഡർ പോലെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതും കൂടി ചെയ്ത് ഒരു 24 ഹവറും കൂടി നമ്മൾ വെക്കുകയാണ്. ടോട്ടൽ 3 ഡേയ്സിൻ്റെ പ്രോസസ്സാണ് കേട്ടോ നമ്മുടെ ഇതെന്ന് പറയുന്നത്. വേറെ രീതിയിലും നമുക്ക് ഡബിൾ സൈഡായിട്ടുള്ള കീ ചെയിൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നതന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റെസിൻ വെച്ച് കവർ ചെയ്തതിന് ശേഷം നമ്മളത് 24 ഹവർ കഴിഞ്ഞ് എടുക്കുവാണേ. അപ്പോൾ നോക്കാം കേട്ടോ നമുക്ക് എങ്ങനെ ആയിട്ടുണ്ടെന്ന്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഒരു ഹോൾഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് ഹോളുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ സൈഡിൽ നിന്ന് കൊടുക്കുന്നില്ല. മുകളിൽ ഇതുപോലെ ഒരു സ്ക്രൂവർ പോലെ ഒന്നും കൊടുത്തതിന് ശേഷം അതിലേക്കാണ് നമ്മുടെ കീ ചെയിൻ്റെ ഒരു റിങ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അതിൽ ഞാനൊരു ചെറിയൊരു ബട്ടർഫ്ലൈയുടെ ഒരു പെൻഡൻറ്റ് പോലെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തായാലും നമ്മുടെ കസ്റ്റമറിന് നമ്മുടെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം കൂടി പറയൂ കേട്ടോ, എങ്ങനെയുണ്ട്.